ഞാനൊരു സംഭവം ചെയ്യാൻ പോവാം. പുതിയൊരു സാധനം ലൈഫിൽ എല്ലായിടത്തും കറങ്ങി നമ്മൾ ഇറങ്ങി. കുറച്ച് കഷ്ടപ്പാട് എനിക്ക് ആകെ തോന്നി. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഈസ് ഓൾ അബൌട്ട് എൻ്റെ ഒരു കുഞ്ഞ് ഔട്ടിംഗ് ആണ്. ഞാനപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് കംപ്ലീറ്റ് ഫ്രീ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഹൈലൈറ്റ് മോളിൽ പോയിട്ട് അവിടെ കുറച്ച് ടൈം എന്താ പറയുക വിൻഡോ ഷോപ്പിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി എന്തെങ്കിലും മേടിക്കാനുള്ളതൊക്കെ മേടിച്ച് ഇങ്ങനെ വരാമെന്ന്. അപ്പോൾ അവിടെ ഞാൻ ആഗ്ന എന്ന് പറഞ്ഞിട്ടൊരു സലൂൺ അല്ല, ഒരു മെയിൻലി അവർ നെയിൽസ് ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും നെയിൽസിന്റെ സർവീസ് ചെയ്യാം, നെയിൽസ് ഒക്കെ ഒന്ന് പുതിയതാക്കാം എന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു പ്ലാനും ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നതൊരു വ്ളോഗ് ചെയ്യാന്ന് കരുതി. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഷോപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഞാനേ ഹൈലൈറ്റ് മോൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ എന്താ പറയാ, അപ്പോൾ ഷോപ്സ് എന്ന് പറയുന്നത് ഒന്നും ഓപ്പൺ അല്ല. അത് കാരണം കൊണ്ട് വലിയൊരു മൂടുണ്ടായിരുന്നില്ല നോക്കാനായിട്ട്. കാരണം ഒട്ടുമിക്ക എല്ലാ ഷോപ്സും ക്ലോസ്ഡാ. ഇപ്പോഴും എനിക്ക് തോന്നുന്നു എല്ലാം ഒന്നും ഓപ്പൺ ആയിട്ടില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ശോഭയില് എന്തായാലും തിരക്കുണ്ടാവില്ല. എല്ലാരും ഹൈലൈറ്റ് മോളിലേക്ക് വന്നിട്ടുണ്ടാവുമല്ലോ, പുതിയ മോളല്ലേ തൃശ്ശൂരിലത്തെ. അപ്പൊ എല്ലാരും അങ്ങോട്ട് വന്നിട്ടുണ്ടാവും, തിരക്ക് ഭയങ്കര കുറവായിരിക്കും. ഞാനൊരു ദിവസം ശോഭയിൽ പോയപ്പോ അതിങ്ങനെ ഒരു വീക്ക് ഡേ ആയിരുന്നു, വീക്കെൻഡും കൂടി അല്ല. ശോഭയിൽ പോയപ്പോ അവിടെ ഭയങ്കര തിരക്ക്. ഇന്നിപ്പോ സാറ്റർഡേ ആണ്. അപ്പൊ അത് കാരണം കൊണ്ട് എനിക്ക് തോന്നുന്നു ഇന്ന് ചിലപ്പോ കുറച്ച് തിരക്ക് ഉണ്ടാവുമായിരിക്കും. പിന്നെ തിയേറ്റർ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഹൈലൈറ്റ് മോളിൽ നല്ല ഒരു റഷ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്കിനി അവിടെ പോയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഹൈലൈറ്റ് മോൾ എത്തി. ഇനി ഇവിടുത്തെ പാർക്കിംഗ് ആണ് ഒരു എന്താ പറയാ കുറച്ച് മെനക്കെടായിട്ടുള്ളത്. ഇവിടെ പാർക്കിംഗ് നമ്മളിങ്ങനെ പോയിട്ട് പിന്നെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞും മറിഞ്ഞും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അത് കുറച്ച് ടാസ്ക് ആണ്. അയ്യോ, ഇതിപ്പോ ഓപ്പൺ ആയല്ലോ. യെസ്, ഇവിടെ പേയ്മെന്റ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇവിടെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പാർക്കിങ്ങിന്റെ ഇത്. പക്ഷെ പെയ്ഡ് ഒന്നും അല്ല കേട്ടോ. ഇപ്പം കുറച്ച് നാൾ കഴിഞ്ഞാൽ പേയ്മെന്റ് ആക്കും. ഇനിയാണ് നമ്മളുടെ കഷ്ടപ്പാട്. ഞാൻ നേരത്തെ പറഞ്ഞ കഷ്ടപ്പാട്. ഇതിനകത്ത് ഇങ്ങനെ പോയി. ഞാൻ ആദ്യം വന്നപ്പോൾ എനിക്ക് താഴെ ഒന്നും പാർക്ക് ചെയ്യേണ്ട സ്ഥലം കിട്ടിയിട്ടേ ഇല്ല. ഇവിടെ ഇല്ല, പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. നമ്മൾ ഇങ്ങോട്ട് പോകുന്നു. അയ്യോ, പിന്നെ നമ്മൾ വീണ്ടും ഇവിടെ ഒന്നും ഇല്ല പാർക്കിംഗ്. ഈ ഒരു പ്രശ്നം മാത്രമാണ് എനിക്ക് ഹൈലൈറ്റ് മോളിൽ പാർക്ക് ചെയ്യണതിൻ്റെ ഒരു ഇത്. പക്ഷെ എല്ലാ ഫ്ലോറിൽ നിന്നും ലിഫ്റ്റ് ഉണ്ട് ഒന്നുമില്ല. പക്ഷെ ഇങ്ങനെ കയറി പോകണം. യെസ്, അപ്പൊ അങ്ങനെ നമ്മൾ കാറ് പാർക്ക് ചെയ്തു. കാറ് പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം കിട്ടിയത് P7 P8. കുറച്ച് കഷ്ടപ്പാട് എനിക്ക് ആകെ തോന്നിയത് കാർ പാർക്കിങ്ങിലാണ്. അതിങ്ങനെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. നമുക്കിങ്ങനെ ചുറ്റി വളഞ്ഞ് പോകണം. അങ്ങനെ പ്രശ്നമുണ്ട്. അയ്യോ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു മോളിൽ വന്നിട്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നത്, എസ്പെഷ്യലി യൂട്യൂബ് വ്ളോഗ്. ഇതാകുമ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കണമല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ ആൾക്കാർ കാണുമ്പോൾ ഒരു ചെറിയ ചമ്മലുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ വർക്കിൻ്റെ ഭാഗമല്ലേ അല്ലേ. ഇനി നിങ്ങൾ ആരെങ്കിലും പുറത്ത് ഇതുപോലെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്ന ആരെങ്കിലും കാണുമ്പോൾ അങ്ങനെ വേണം വിചാരിക്കാൻ കേട്ടോ. ആദ്യം നമ്മൾ കണ്ടു നമ്മളുടെ ഞാൻ ഉദ്ദേശിച്ച സ്ഥലം. ഇപ്പോൾ പെഡിക്യൂർ സ്റ്റാർട്ട് ചെയ്തു. മാനിക്യൂറും ജെൽ പോളിഷൊക്കെയാണ് ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. നെയിൽ എക്സ്റ്റൻഷൻസ് ചെയ്യണില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. കാരണം എൻ്റെ നെയിൽസ് ഓൾറെഡി ലോങ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഇത് ആക്ച്വലി കുറച്ച് സ്ട്രോങ് നല്ല നെയിൽസാണ്, ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ പൊട്ടിപ്പോത്തൊന്നുമില്ല. അപ്പോൾ അത് കാരണം നെയിൽ എക്സ്റ്റൻഷൻസ് ഞാൻ ചെയ്യണില്ല, പകരം ജെൽ പോളിഷ് ചെയ്യാൻ എത്തി. പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്ത് തരും.
ഞാനൊരു സംഭവം ചെയ്യാൻ പോവാം. പുതിയൊരു സാധനം ലൈഫിൽ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോവാണ്. ഇതാണ് എൻ്റെ നാച്ചുറൽ ഐ ലാഷസ്. ഇതിൽ മസ്കാര ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഐലൈനർ മാത്രമേ ഉള്ളൂ, ലാഷസിലൊന്നും ചെയ്തിട്ടില്ല. ഇതെൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ചെയ്യാൻ പോവാണ് ഐ ലാഷസ് എക്സ്റ്റെൻഷൻസ്. ഇത് ഞാൻ കുറേ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട്, ഞാൻ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഞാനിങ്ങനെ ചെയ്യാനായിട്ട് എൻ്റെ മനസ്സിൽ ഞാൻ കൺവിൻസ്ഡ് ആയിരുന്നില്ല. പക്ഷെ ഇത് ഞാൻ ഇപ്പോൾ ഇന്ന് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ ഞാൻ ഇവർ യൂസ് ചെയ്യുന്ന ലാഷസിൻ്റെ ബ്രാൻഡൊക്കെ കൺഫേം ചെയ്തു. നോവ ലാഷസ് ആണ് ചെയ്യുന്നത്. ഇതിന് ഏറ്റവും സേഫസ്റ്റ് ആണ് ഈ നോവ ലാഷസ്. ഇതിൻ്റെ ടെക്നിക്സും കാര്യങ്ങളെല്ലാം നമ്മളുടെ ഐസിന് സേഫസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ചെയ്യുന്നത്. ഇത് ഓരോ ഇൻഡിവിജ്വൽ ലാഷസിൽ അവർ ഈ ഒരു ലാഷ് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് രാത്രി ഉറങ്ങുമ്പം മാറ്റി വയ്ക്കുന്ന ആ ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. നമുക്കിത് ഒരു 3 to 6 weeks വരെ ലാസ്റ്റ് ചെയ്യും. ലാഷസ് എക്സ്റ്റൻഷൻ ചെയ്തു. ഇങ്ങനെ വെക്കുമ്പോഴത് പ്രോപ്പറേറ്റ് ആണല്ലേ. പിന്നെ ഞാൻ നെയിൽസ് ചെയ്തു. ഞാൻ പ്ലെയിൻ കളറാണ് ചെയ്തത്. എനിക്ക് ആർട്ട് വർക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ചൊക്കെ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സൊക്കെ മാറി, പ്ലെയിൻ മതി എന്നായി. അതേ കളർ തന്നെ ഞാൻ ഇങ്ങോട്ട് ഉച്ചയ്ക്ക് വന്നത്. നെയിൽസും ലാഷസിൻ്റെ പ്ലാനിലേ ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ എത്തിയിട്ട് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോൾ എനിക്ക് അത് കുറച്ചും കൂടി ലൈറ്റായിട്ട് ഫീൽ ചെയ്തു. കാര്യം നമ്മളിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യണ പോലെ ഭയങ്കര വലിയ പേടിക്കാൻ മാത്രമുള്ള സംഭവമൊന്നുമില്ല. എനിക്ക് ഐസിൽ ചെയ്യണ ആയതുകൊണ്ട് ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു, ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. ഐസിൽ ചെയ്യുമ്പം ആ ഗ്ലൂ കണ്ണിലാവോ, അങ്ങനെ കുറേ അനാവശ്യമായ കുറേ പേടികളുണ്ടായിരുന്നു. കണ്ണാണല്ലോ, അപ്പോൾ അങ്ങനെ കുറച്ച് പേടിയുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അവിടെയുള്ള ഒരു ലേഡി എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. എനിക്കത് എന്താ പറയുക, നമ്മൾ ആക്ച്വലി ഈ ഒരു ജെൽ പോളിഷും നെയിൽ എക്സ്റ്റൻഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആൾക്കാരൊക്കെ നോക്കണ്ടോ, ഞാൻ വേറെ സ്ഥലത്തേക്ക് മാറിയിരുന്നാലോ? വാട്ട് യു തിങ്ക്? ഇതായിരിക്കും നന്നാവാൻ തോന്നുന്നത്. എനിക്ക് മാറിയിരുന്നില്ല. മാറിയിരുന്നാലും ഇതുകൊണ്ട് ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടാവും, ഫുഡ് കോർട്ട് ആയതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ മാറി ഇരിക്കുന്ന പ്ലാനൊക്കെ ഉപേക്ഷിച്ചു. ലാഷസ് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഈ സാധാരണ നെയിൽ എക്സ്റ്റൻഷൻസ് ഒക്കെ ചെയ്യണില്ലേ, ഇപ്പം ഞാൻ എക്സ്റ്റൻഷൻസ് വെച്ചിട്ടില്ല. പക്ഷെ എക്സ്റ്റൻഷൻസിൻ്റെ ഒക്കെ ആ ഒരു ട്രെൻഡ് വരുന്ന സമയത്ത് അത് സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം നമ്മൾ ആലോചിക്കും നമ്മുടെ നെയിൽസിലിങ്ങനെ ഒരു എക്സ്റ്റൻഷൻ വേറൊരു നെയിൽസ് വരുമ്പം അതെന്തോരം ഡിഫിക്കൽട്ടായിരിക്കും. നമുക്ക് ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ലോങ് നെയിൽസ് കൺവീനിയൻ്റ് ആവില്ല എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നല്ലോ. പക്ഷെ നമ്മളത് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തപ്പം നമ്മളതിൽ കുറച്ചുകൂടി അഡാപ്റ്റായി. നെയിൽ എക്സ്റ്റൻഷൻസ് ഈവൻ അറ്റ്ലീസ്റ്റ് ഇവൻസിനെങ്കിലും, ഞാൻ ഇവൻസിനെ കൂടുതൽ വെക്കാറല്ല, അത് നെയിൽ എക്സ്റ്റൻഷൻസ് വെക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ നെയിൽ ആർട്ടും നെയിൽ എക്സ്റ്റൻഷൻസൊക്കെ ഇപ്പോൾ കോമൺ ആയി. അപ്പോൾ ഈ ഒരു ഐ ലാഷസിൻ്റെ എക്സ്റ്റൻഷനും കോമൺ ആവും പതിയെ കുറച്ച് കഴിയുമ്പോൾ. ഇത് എൻ്റെ ബേസിക് കൺസേൺ, ഒരു മെയിൻ കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ലാഷസിന് അവർ വെക്കുന്ന ആ എക്സ്റ്റൻഷൻ എൻ്റെ സ്കിന്നിലേക്ക് ഇങ്ങനെ എന്താ പറയുക, അതിനകത്തോട്ട് ഇങ്ങനെ വെക്കുമെന്നായിരുന്നു എൻ്റെ ഒരു ടെൻഷൻ. പക്ഷേ ഇത് അവർ പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇത് അവർ നമ്മുടെ ലാഷസ് ഇല്ലേ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് അവരൊരു 1 mm സ്പേസ് വിട്ടിട്ടാണ് ഈ ഒരു എക്സ്റ്റൻഷൻ വെക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു തന്നത്, ഇത് പേടിക്കാൻ മാത്രമുള്ളൊരു സംഭവമൊന്നുമില്ല. പിന്നെ എൻ്റെ പേടി പെയിൻ ഉണ്ടാവുമോ, വേദന ഉണ്ടാവുമോ എന്നാണ്. ഒട്ടും വേദനയില്ല. എനിക്ക് തോന്നുന്നു ഡ്യൂറേഷൻ ഒരു 30 minutes ടൈം എടുക്കുള്ളൂ ഇത് കഴിയാനായിട്ട്. പിന്നെ നമ്മൾ വെക്കുന്ന ഒരു ലെയറിൻ്റെ തിക്നെസ് അനുസരിച്ചിരിക്കും ബാക്കിയെല്ലാം. ഇപ്പം ഭയങ്കര ലൈറ്റായിട്ട് തിക്ക് മതിയെന്നുണ്ടെങ്കിൽ അതിന് സമയം എടുക്കില്ല. ഞാനിപ്പം ഭയങ്കര ഒരു നാച്ചുറൽ ലുക്കാണ് പറഞ്ഞിരിക്കുന്നത്. നാച്ചുറലായിട്ട് ഞാൻ ചെയ്യുമ്പം ഭയങ്കര ലൈറ്റ്
ഇതൊരു കുറച്ചേ ഉള്ളൂ, കണ്ടോ, ഇത്രേ ഉള്ളൂ. ഇത് നേരിട്ട് നോക്കുമ്പം അധികം ഫീൽ ചെയ്യില്ല. പിന്നെ ഈ ഞാൻ മുകളിൽ ചെയ്തിരിക്കുന്ന ഐലൈനർ ഇല്ലേ, അത് ഇല്ലെങ്കിലാണ് ലാഷസിൻ്റെ ആ ഒരു ഭംഗി ശരിക്കും പ്രോപ്പറായിട്ട് കാണാൻ പറ്റുള്ളൂ. ഞാനത് റബ്ബ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഇനി വീട്ടിൽ പോയി റബ്ബ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് കാണാൻ പറ്റും എങ്ങനെയാണ് ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിലപ്പോൾ പെയിൻ എടുക്കുന്ന ഒരു സംഭവമില്ല. പിന്നെ ടൈം ആണെങ്കിൽ ഒരു 30 മിനിറ്റ്സിൻ്റെ ടൈമേ വരുള്ളൂ. ചാർജസ് വരുന്നത് ഒരു ബിറ്റ് എക്സ്പെൻസീവ് സൈഡാണ്. 13K ആണ് ഇതിൻ്റെ ചാർജസ് വരുന്നത്. 13,000 എന്ന് പറയുമ്പം ഇത് ലാസ്റ്റ് ചെയ്യുന്ന ടൈം കൂടെ നോക്കണമല്ലോ. ലാസ്റ്റ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു 3 വീക്സ്, 3 വീക്സ് എന്ന് പറയാം മിനിമം. 3 വീക്സ് അത് ഉണ്ടാവുള്ളൂ. അപ്പോൾ 3 വീക്സ് നമുക്കിതിങ്ങനെ പ്രോപ്പറായിട്ട് നമുക്ക് ലാഷസ് മസ്കാര ഒന്നും ഇടണ്ട, ഈവൻ ഐലൈനറും ഇടേണ്ട ആവശ്യം വരില്ല. ഇത് നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ്. അപ്പോൾ ഇവൻറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് അടുപ്പിച്ച് ഇവൻറ്റ്സ് ഒക്കെ വരുമ്പോൾ നമ്മളിത് ചെയ്താൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഒന്ന് ആലോചിച്ചിട്ട് ചെയ്താൽ മതി. മസ്കാര ഇട്ടാൽ കഴിയാവുന്ന പ്രശ്നമുള്ളൂ. അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെയും തോന്നാം. പക്ഷെ ഇത് കുറച്ച് തിക്കറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് അങ്ങനെയുള്ളവർക്ക്. ഞാൻ ഭയങ്കര നാച്ചുറൽ വേയിലാണ് ചെയ്തത്. അതുകൊണ്ട് പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ യൂഷ്വലി ഫേസ് വാഷ് ചെയ്യണ പോലെ വാഷ് ചെയ്യാം. ഐസ് ആണെങ്കിലും നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ. ഓൺലി തിങ് നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് ഇതിനകത്തൊരു കുഞ്ഞ് ബ്രഷ് ഉണ്ട്, ഞാനതെടുത്തു. അത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പം നമ്മളത് പ്രോപ്പറായിട്ട് സ്റ്റേ ചെയ്യും. അങ്ങനെ എന്ന് വെച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവില്ല. നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ അത് ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ആവില്ലേ, അങ്ങനെയൊന്നും ആവില്ല. പ്രോപ്പറായിട്ട് സ്റ്റേ ചെയ്യും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഐ ലാഷസ് എക്സ്റ്റൻഷൻസിൻ്റെ വിശേഷങ്ങൾ, കാര്യങ്ങൾ. നമ്മളത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് അതെന്താവും എന്ന് പേടിച്ച് ഇരിക്കുന്ന അങ്ങനെ തോന്നുന്ന ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ എൻ്റെ ഈ വീഡിയോ. അപ്പോൾ യെസ്, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇതിപ്പോൾ അങ്ങനെ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. നമ്മളുടെ ഈ നെയിൽ എക്സ്റ്റൻഷൻസ് ചെയ്യുമ്പോൾ എത്ര നാൾ ലാസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ. പിന്നെ ഇത് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ പിന്നെ സലൂണിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുടെ മുടി കൊഴിയില്ലേ, സാധാരണ തലമുടിയൊക്കെ കൊഴിയണ പോലെ തന്നെ നമ്മുടെ ലാഷസും കൊഴിയും. ഈ ലാഷസ് കൊഴിയുമ്പോൾ നമ്മൾ ഈ വിഷൊക്കെ ചെയ്യാറില്ലേ ഇവിടെ വെച്ചിട്ട്, അതുപോലെ ലാഷസ് കൊഴിയുമ്പോൾ ഇതും അതിൻ്റെ കൂടെ തന്നെ കൊഴിഞ്ഞു ഇങ്ങോട്ട് പോകും. ഒരു 3 വീക്സ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ ലാഷസ് ഒക്കെ പോയിക്കൊണ്ടിരിക്കണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും പോകും. അപ്പോൾ ഇത് അഴിക്കണതിനെ കുറിച്ചൊന്നും പേടിക്കാനൊന്നുമില്ല. നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് പാർലറിൽ പോയിട്ട് പെട്ടെന്ന് അഴിക്കണം തോന്നുകയാണെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യേണ്ടി വരില്ല. ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഹൈലൈറ്റ് മോളിൽ തിരിച്ചു വരുന്ന വഴിക്ക് ഞാനിവിടെ ബോബ ലൈഫ് ഇവിടെ വന്നു. നമ്മൾ ആ ഒരു പാർക്കിങ്ങിൻ്റെ അടുത്ത് കറങ്ങി നമ്മൾ ഇറങ്ങി. വേറെ ഒന്നുമല്ല, ഞാൻ അവിടുന്ന് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാനായിട്ട് സമയമൊന്നും കിട്ടിയില്ല. പിന്നെ അങ്ങോട്ട് എല്ലാം ഭയങ്കര സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതെൻ്റെ ഭയങ്കര ഫേവറേറ്റാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താ ചെയ്യേണ്ടതെന്ന്. ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.